ബാങ്കിങ് സിംപ്ലിഫൈഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പഠനാവശ്യങ്ങൾക്കുള്ള വായ്പകൾ ഇന്ന് ഇന്ത്യയിൽ ബാങ്കുകളും മറ്റ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്നുണ്ട്. അത് ഇന്ത്യക്കകത്തുള്ള പഠനത്തിനാണെങ്കിലും വിദേശ പഠനത്തിനാണെങ്കിലും ലഭ്യമാണ്. ചില കണ്ടീഷൻസിലെല്ലാം ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്നതാണ്. ഇന്ത്യക്കകത്തുള്ള പഠനത്തിനാണെങ്കിൽ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഗൈഡ് ലൈൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വായ്പകൾ ലഭ്യമാണ്. മോഡൽ എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ള രീതിയിലുള്ള വായ്പകളെല്ലാം ലഭ്യമാണ്. അപ്പൊ അതിന്റെ ഈടിന്റെ കാര്യത്തിലും ജാമ്യത്തിന്റെ കാര്യത്തിലും വായ്പ തുകയുടെ കാര്യത്തിലെല്ലാം ചില കണ്ടീഷൻസ്, ചില ഡിസിപ്ലിൻ ഈ പദ്ധതിയിലെല്ലാം ഉള്ളതാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് വിദ്യാലക്ഷ്മി എന്നുള്ള സ്കീമിലും ഇപ്പോൾ വായ്പകൾ ലഭ്യമാണ്. വിദേശത്തുള്ള പഠനത്തിനാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെയോ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെയോ ഒരു സ്കീമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല എങ്കിലും ബാങ്കുകൾ വിദേശത്തുള്ള പഠനങ്ങൾക്കും വായ്പകൾ നൽകുന്നുണ്ട്. ഇതിന്റെ എല്ലാം ചില കണ്ടീഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം. ഉദാഹരണത്തിന് വിദേശത്തുള്ള പഠനത്തിനുള്ള വായ്പയാണെങ്കിൽ ചില ബാങ്കുകൾ അതിന്റെ പലിശ പഠന സമയത്ത് തന്നെ, വിദ്യാർത്ഥിയുടെ പഠന സമയത്ത് തന്നെ മാസം തോറും പലിശ അടച്ചു പോകണം എന്ന് ചില കണ്ടീഷൻസ് വെക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പലിശ അടയ്ക്കാൻ കഴിയും, മാസം തോറും പലിശ അടയ്ക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നത് ഉചിതമായിരിക്കും. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ പലിശ അടയ്ക്കാൻ നിഷ്കർഷിക്കാത്ത അതേ രീതിയിലുള്ള ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നത് ഉചിതമായിരിക്കും. വിദ്യാഭ്യാസ വായ്പകൾക്കുമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു രീതി പഠനം കഴിഞ്ഞതിന് ശേഷം വായ്പ തുക തിരിച്ചടച്ചാൽ മതിയാവും എന്നുള്ളതാണ്. പഠനം കഴിഞ്ഞ് 6 മാസമോ 1 വർഷമോ റീപേയ്മെന്റ് ഹോളിഡേ അല്ലെങ്കിൽ മൊറട്ടോറിയം കൂടെ ലഭിക്കും. സാധാരണ രീതിയിൽ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് വിദ്യാർത്ഥിയുടെ തന്നെ വരുമാനത്തിൽ നിന്ന് തന്നെയാണ് വേണ്ടത് എന്നുള്ള ഒരു രീതിയിലാണ് വിദ്യാഭ്യാസ വായ്പകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പഠനം കഴിഞ്ഞ് 6 മാസമോ 1 വർഷമോ കഴിഞ്ഞ് ജോലി കിട്ടിയതിനു ശേഷം തിരിച്ചടച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കുന്നത്. 1 വർഷം കഴിഞ്ഞിട്ടും ജോലി ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകൾ ആവശ്യപ്പെടാം, ഇതിന്റെ തിരിച്ചടവ് തുടങ്ങണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുന്ന രീതിയുണ്ട്. ഏതായാലും പഠനം കഴിഞ്ഞ് 1 വർഷമെങ്കിലും റീപേയ്മെന്റ് ഹോളിഡേ അല്ലെങ്കിൽ മൊറട്ടോറിയം കഴിഞ്ഞതിന് ശേഷം വായ്പ തിരിച്ചടച്ചാൽ മതിയാവും. അപ്പൊ അങ്ങനെ തിരിച്ചടയ്ക്കുന്നതിന് എത്ര കാലാവധി ഉണ്ടാവും? പിന്നീട് 4 വർഷമോ 5 വർഷമോ 7 വർഷമോ എത്രയായിരിക്കും പിന്നീട് ലോൺ തിരിച്ചടയ്ക്കാൻ കാലാവധി ലഭിക്കുക എന്നുള്ളത് ലോൺ എടുക്കുന്ന സമയത്ത്, വായ്പ എടുക്കുന്ന സമയത്ത് അതാത് സ്ഥാപനങ്ങളുമായി സംസാരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതനുസരിച്ച് ലോണിന്റെ തിരിച്ചടവ് തുടങ്ങുന്ന സമയം ആയാൽ ലോൺ തിരിച്ചടവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമായിരിക്കും. വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ തിരിച്ചടവ് മുടങ്ങുന്ന രീതി ചില സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. ഇത് വിദ്യാർത്ഥിക്ക് മാത്രമല്ല, ഈ ലോണുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്ന പാരന്റ്സിനാവട്ടെ മറ്റു ജാമ്യക്കാർക്കാവട്ടെ അവർക്കെല്ലാം തന്നെ പിന്നീട് ബാങ്ക് വായ്പ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ചും സിബിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇക്കാലത്ത് വായ്പയുടെ കാര്യത്തിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു റിപ്പോർട്ട് ആയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥിയുടേതാവട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടേതാവട്ടെ ജാമ്യക്കാരുടേതാവട്ടെ അവരുടെ സിവിൽ റിപ്പോർട്ടുകളിൽ, ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകളിൽ ഈ ലോണിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ടിൽ വന്നാൽ പിന്നീട് അവർക്ക് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്ന കാര്യത്തിലെല്ലാം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടയ്ക്കുന്ന സമയമാകുമ്പോൾ അത് ശ്രദ്ധാപൂർവം ഡിസിപ്ലിനോട് കൂടെ സമയാസമയങ്ങളിൽ തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഈ വിദ്യാർത്ഥിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പിടുന്ന മാതാപിതാക്കൾക്കും ജാമ്യക്കാർക്കെല്ലാം പിന്നീട് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. ബാങ്കിങ് സിംപ്ലിഫൈഡിന്റെ അടുത്ത എപ്പിസോഡുമായി അടുത്ത തവണ കാണാം. താങ്ക് യു വെരി മച്ച്.